വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും തയ്യാറെടുക്കാം. കർത്താവ് ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുവാൻ ഈ ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് തയ്യാറെടുക്കാം. ചിലവർ ബൈബിളും നോട്ട്ബുക്കും എടുക്കുന്നു, ചിലവർ എനിക്കറിയാം ഐപാഡിലും നിങ്ങളുടെ ഫോണുകളിലൊക്കെയാണ് ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഡിജിറ്റലാണ്, ഒന്നിനും ഒരു തെറ്റില്ല. വിച്ച് എവർ വേ ഈസ് കംഫർട്ടബിൾ ഫോർ യു. നമുക്ക് കർത്താവിൽ നിന്ന് വചനം കേൾക്കുവാനും അത് എഴുതി പകർത്തിയെടുക്കുവാനും അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സംഗ്രഹിച്ച് വെക്കാം. ഹല്ലേലൂയ, ആമേൻ. Whatever is sown, let it bring forth a harvest in your heart. നമ്മുടെ ഹൃദയങ്ങളിൽ 30 മേനിയും 60 മേനിയും 100 മേനിയും എൻ്റെ ഹാർവെസ്റ്റ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ ചില സ്പോൺസേഴ്സ് ഉണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം. നമുക്കിന്നൊരു ഇലൈറ്റ് സ്പോൺസർ ഉള്ളത് ജോ ജോസഫ് ഫ്രം എറണാകുളം. താങ്ക് യു സോ മച്ച് ഡിയർ ബ്രദർ ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. നമുക്ക് ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ജോ ജോസഫ് ബ്രദറിനും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഭവനത്തിലുള്ള എല്ലാവരും ദൈവിക സംരക്ഷണത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കൾക്ക് ദൈവിക ഭാവി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഓരോ മക്കളെയും കർത്താവെ അവരെ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ലോകമെമ്പാടുമുള്ള മോർണിംഗ് ഗ്ലോറി വ്യൂവേഴ്സ്, ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലി, ഞങ്ങൾ ഒരുമിച്ച് ബ്രദറേയും ഫാമിലിയും ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ബ്രദറിന് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും I was seeing a bird that's so colorful and just flying around. കർത്താവ് വലിയ ഒരു ഫ്രീഡം ബ്രേക്ക് ത്രൂ ആൻഡ് വലിയ ഒരു ലിബറേഷൻ ഫാമിലിയിലും തരാൻ പോവുകയാണ്. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ മൈറ്റി ബ്രേക്ക് ത്രൂ ഇൻ യുവർ ഫാമിലി. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇനി അടുത്ത കാര്യങ്ങൾക്ക് നമുക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. യു ക്യാൻ കോൺടാക്ട് us and be a part of the media ministry of Blessing Today. അപ്പോൾ തന്നെ next week is our youth conference. We are almost here. 13 വയസ്സിന് മുകളിലുള്ള എല്ലാ വ്യക്തികളോടും സ്പെഷ്യലി സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ അവരുടെ പാരൻസിനോടും നിങ്ങളുടെ മക്കളെ അയക്കുക. യൂത്ത് കോൺഫറൻസ് അതിശക്തമായ ദൈവം അനുഗ്രഹിക്കുന്ന ചില സ്പീക്കേഴ്സ് വന്നാണ് സംസാരിക്കാൻ പോകുന്നത്. സോ പ്ലീസ് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. എൻ്റെ ഡീറ്റെയിൽ സ്ക്രീനിലുണ്ട്. ഗോ ഹെഡ് ആൻഡ് രജിസ്റ്റർ. മേക്ക് ഷുവർ ദാറ്റ് യു രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. പുതിയൊരാഴ്ചയിലേക്ക് കർത്താവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മളങ്ങ് കാൽച്ചുവട് വയ്ക്കുമോ? ഐ ആം റിയലി എക്സൈറ്റഡ്. കാരണം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വചന സന്ദേശങ്ങൾ. നിങ്ങൾക്കറിയാം, വചനത്തിനകത്ത് ജീവനുണ്ട്, വചനത്തിനകത്ത് ആത്മാവുണ്ട്, നമുക്കുള്ള സ്പിരിച്വൽ നറിഷ്മെൻ്റ് ഉണ്ട്. അതുപോലെ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ അഥവാ തിരുവെഴുത്തുകൾ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും എല്ലാം നല്ലതാണ്. സോ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ 2 കാതും തുറന്ന് ഫോക്കസ്ഡായി മറിയ യേശു കർത്താവിൻ്റെ പാദത്തിലിരുന്ന് അതിൽ തന്നെ ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്. മറിയ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ വായിലേക്ക് നോക്കി, കണ്ണിലേക്ക് നോക്കി, യേശുവിൻ്റെ ഫേസ് എക്സ്പ്രഷൻസും പറയുന്നതുമെല്ലാം അതുപോലെ കീൻ അറ്റൻഷനോടുകൂടെ ഓരോ ചലനങ്ങളും ഫേഷ്യൽ എക്സ്പ്രഷൻസും കൈയെടുത്ത് സംസാരിക്കുന്നതും വചനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ഗ്രാഫിക് ഒരു മെമ്മറിയോടുകൂടെ ഒപ്പിയെടുക്കുന്നത് പോലെ അങ്ങനെ ഇരുന്ന് കേട്ടപ്പോൾ and Jesus was very impressed, but Martha was not. മാർത്ത പറയുന്നു, യേശുവേ, എന്ത് പരിപാടി നടക്കുന്നത്? ഞാൻ ഈ കിച്ചണിൽ കിടന്ന് ഇത്രയും കഷ്ടപ്പെടുമ്പോൾ നോക്ക്, അവള് ഈ ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുക. ഒരു ചെറുവിരൽ അനക്കി ഞാൻ ഇത്രയും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഈ മാർത്തയെ സംബന്ധിച്ചിടത്തോളം ഷീ ഹാഡ് 2 pronged പ്രോബ്ലംസ്. ഒന്ന്, കർത്താവിനോടും അവൾക്ക് ദൈവത്തോടും പ്രശ്നമാണ്, സിസ്റ്ററിനോടും പ്രശ്നമാണ്. നമ്മൾ പലരും ഇങ്ങനെയല്ലേ,
നമുക്ക് ദൈവത്തോടും പരാതിയാണ്, കർത്താവേ നീ അങ്ങനെ ചെയ്തില്ലല്ലോ, ഒത്തിരി പേര് നീ സഹായിച്ചു, എൻ്റെ കഷ്ടപ്പാട് ആര് മനസ്സിലാക്കുന്നു, എൻ്റെ കഷ്ടപ്പാട് എൻ്റെ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, ഭാര്യ മനസ്സിലാക്കുന്നില്ല, മക്കൾ മനസ്സിലാക്കുന്നില്ല, സഭക്കാർ മനസ്സിലാക്കുന്നില്ല. ദൈവമേ നീ എന്താണ് ഇങ്ങനെ, നീ ഒന്നൊരു ആക്ഷൻ എടുക്കുന്നില്ല, നീ ഒന്ന് ഉപദേശിക്കും. ഇപ്പോൾ മറിയയെക്കുറിച്ച് മാർത്ത കംപ്ലൈൻറ്റ് ചെയ്യുക മാത്രമല്ല, നീ അവളോടൊന്ന് പറ, നീ ഒന്ന് ഗുണദോഷിക്കുക, ഒരു കൊട്ട് കൊടുക്കുക, ഒരു അടി കൊടുക്കുക, ഒന്ന് ശാസിക്കുക, അവളൊന്ന് ശരിയാക്കുക. പക്ഷെ കർത്താവിൻ്റെ പ്രതികരണം എന്ന് മാർത്തേ വിടുക. ആക്ച്വലി നീ പലതിനെ ചൊല്ലി ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് തകർന്ന് തരിപ്പണമായിട്ടിരിക്കും. പക്ഷെ ഇതൊന്നും വേണ്ട, ഒന്നും മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കും, അതാരും അവളിൽ നിന്ന് അപഹരിക്കുകയുമില്ല. ഏറ്റവും അവസാനം പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്ത്? അത് അവളിൽ നിന്ന് ആരും അപഹരിക്കുകയുമില്ല എന്ന് വെച്ചാൽ ഈ ലോകത്തിലും നിത്യതയിലും ഈ ഒരു പോർഷൻ അവളുടേതാണ്. എന്താണത്? കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് വചനങ്ങൾ കേട്ട് കൂടുതൽ വെളിപ്പാടുകൾ, കൂടുതൽ ജ്ഞാനം, കൂടുതൽ കാര്യങ്ങൾ അവനെക്കുറിച്ച് മനസ്സിലാക്കി പോകുന്ന ആ പോർഷൻ. ഞാൻ പലപ്പോഴും ചിന്തിക്കും, കർത്താവേ ആ പോർഷൻ എനിക്കത്. ഞാൻ ചിലരോടൊക്കെ കണ്ണിൽ നോക്കി സംസാരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടി, അവാർഡുകളും റിവാർഡുകളും മേടിച്ചു, ഒത്തിരി പേര് കൈയടിച്ചു, ചിലപ്പോൾ പത്രങ്ങൾ വന്നു, ഇവിടെ ഗിന്നസ് ബുക്കിൽ കയറി, ലിങ്ക ബുക്കിൽ കയറി, പല റെക്കോർഡുകൾ തകർത്തു. കർത്താവിന് ഇതൊന്നുമല്ല കാര്യം. ആർ യു അവൈലബിൾ ഫോർ മീ? എൻ്റെ അടുത്ത് വന്നിരിക്കാമോ? ഐ നീഡ് യുവർ ഫെലോഷിപ്പ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടും എന്നെനിക്കറിയാം. നമുക്ക് കർത്താവിനോടുകൂടി ഇരിക്കാൻ, കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ നമുക്ക് കൊതിയുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കൊതിയും ആഗ്രഹവുമാണ് നമ്മോടുകൂടെ കൂട്ടായ്മ ആചരിക്കാൻ ദൈവത്തിനുള്ളത്. വിശ്വസിക്കാൻ പറ്റും? എനിക്ക് ആദ്യമൊക്കെ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് വചനം അപഗ്രഥിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി കർത്താവിന് ആഗ്രഹമുണ്ടെന്ന്. കാരണം ആദമിനെയും ഹവയൊക്കെ സൃഷ്ടിച്ച ശേഷം എവ്രി ഡേ ഇൻ ദ കോൾ ഓഫ് ദ ഡേ, സന്ധ്യയായി ആ ഒരു ട്വൈലൈറ്റ് ടൈം ആകുമ്പോൾ, വെയിലൊക്കെ അങ്ങ് മാറി ഒരല്പം തണുപ്പിങ്ങനെ വരുന്ന ആ സമയത്ത് എവ്രി ഡേ വിത്തൗട്ട് ഫെയിൽ ഐ ബിലീവ് കർത്താവ് വന്ന് അവരോടൊപ്പം നടക്കുമായിരുന്നു. കർത്താവിന് അതിലേലും സർവൈവ് ചെയ്യാമല്ലോ, കർത്താവിന് ഇതൊന്നും വേണ്ടല്ലോ എന്ന് മാത്രമല്ല, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവം എടുക്കുന്ന സ്ട്രെയിൻ നമ്മോടൊപ്പം ഒന്ന് ചേരാൻ, നമ്മുടെ കൂട്ടായ്മ ആചരിക്കാൻ, നമ്മുടെ സാന്നിധ്യവും സ്നേഹവും കിട്ടാൻ. ഇങ്ങനെ പറയുന്ന കുറച്ചുകൂടി ശരി, നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നതിനേക്കാൾ നമ്മുടെ സാന്നിധ്യത്തിന് വേണ്ടി ദൈവം കൊതിക്കുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞ കേട്ടായിരുന്നു. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് കൊതിയില്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും നമുക്ക് കൊതിയുണ്ട്. എന്നാൽ അതിനേക്കാൾ അവൻ നമ്മോടടുക്കുവാൻ അവന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഇത്രയും സ്ട്രെയിൻ എടുത്ത്, അതിന് ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുക്കാൻ വേണ്ടി എന്ത് സ്ട്രെയിൻ എടുക്കുന്നേ? പലപ്പോഴും അധികം ഒന്നും പരിശ്രമിക്കാറില്ല പലരും. എന്നാൽ ദൈവമെടുത്ത സ്ട്രെയിൻ കേൾക്കണോ? ഞെട്ടരുത്. അവനായിരിക്കുന്ന സ്വർഗത്തിലെ പ്രിവിലേജസ് മുഴുവൻ മാറ്റിവെച്ചിട്ട്, അവിടെ എടുത്തു വച്ചിട്ട്, നമ്മളെപ്പോലെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് നമ്മളോടൊപ്പം താമസിച്ച് കണ്ണുനീരൊപ്പി വേദനകളിൽ പങ്കുചേർന്ന് മൺകൂടാരങ്ങളിൽ പാർത്ത് സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് മൈൻഡ് ബ്ലോയിങ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതാണ് ദൈവം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു
സെൻട്രൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പലരുടെയും കയ്യിൽ ബൈബിളുണ്ട്, അവരെടുത്തു. ഞാൻ തൽക്കാലം നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം ഒന്ന് എടുത്ത് വയ്ക്കുവാണ്. അവരെല്ലാം കയ്യിൽ ബൈബിൾ എടുത്ത് പിടിച്ച്, ഞാൻ ഈ ഡിജിറ്റൽ ബൈബിൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ബൈബിൾ എടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ആ ബൈബിളൊന്ന് എടുത്തിട്ട് ചെവിയിലേക്കൊന്ന് ചേർത്ത് വെക്കാൻ പറഞ്ഞു. ഇങ്ങനെ ചേർത്ത്, വല്ലതും കേൾക്കുന്നുണ്ടോ? ഇപ്പുറത്തൊന്ന് വയ്ക്കാൻ പറഞ്ഞു, വല്ലതും കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, യു വിൽ ലിസൺ ടു ദ ഹാർട്ട് ബീറ്റ്സ് ഓഫ് ദ ഫാദർ. സ്വർഗത്തിലെ പിതാവിൻ്റെ ഹൃദയമിടിപ്പ് ഈ ബൈബിളിനകത്ത് നമുക്ക് കേൾക്കാം. ഇൻ അതർ വേർഡ്സ്, the Bible is revealing the heart of the Father, the heart of Abba. പിതാവിൻ്റെ ഹൃദയത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ആ വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തിൽ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അവൻ്റെ ഹൃദയം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മിടിക്കുകയാണ്, നമുക്ക് വേണ്ടി. ആക്ച്വലി പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആരും നശിച്ചു പോകാതെ ഇരിക്കുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ദ ഫാദേഴ്സ് ഹാർട്ട് ഈസ് ദാറ്റ് നൺ ഷാൽ പെരിഷ്. ആരും നശിച്ചു പോകുന്നത് പിതാവിന് ഇഷ്ടമല്ല. മാതാപിതാക്കൾ പലരും എന്നെ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കുഞ്ഞ് നശിച്ചു പോകുന്നത്, പിഴച്ചു പോകുന്നത്, ദരിദ്രരായി പോകുന്നത് ചിന്തിക്കാൻ പറ്റും. എത്രയോ പ്രാർത്ഥന വിഷയങ്ങൾ അമ്മമാരുടെ, പിതാക്കന്മാരുടെ എനിക്ക് ലഭിക്കുന്നു. ഓഡിയോ മെസ്സേജായും ടെക്സ്റ്റ് മെസ്സേജായും ഒക്കെ എനിക്ക് ലഭിക്കുന്നു. ചിലർ പേപ്പറിൽ എഴുതി ഫോട്ടോ എടുത്ത് വാട്സാപ്പിലിട്ട് തരും. അതിലെല്ലാം അധികവും കുഞ്ഞുങ്ങളെ ഓർത്ത്, മക്കളുടെ കാര്യം ഓർത്ത്. മക്കൾ പഠിക്കുന്നില്ല, പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല, ഇൻ്റർവ്യൂവിന് പോയിട്ട് അതിൽ സക്സസ് ആകുന്നില്ല, നല്ലൊരു ജോലി പഠിച്ചിറങ്ങിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രായമായി പക്ഷെ വിവാഹം നടക്കുന്നില്ല. വിവാഹം നടന്ന കുഞ്ഞുങ്ങളില്ല. വിവാഹം നടന്ന കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുന്നില്ല. വേർപിരിയലിൻ്റെ വക്കിലാണ്. പ്രാർത്ഥിക്കണേ ബ്രദറെ, താങ്ങാൻ പറ്റുന്നില്ല എന്നാണ് അമ്മമാരും അപ്പന്മാരും പറയുന്നത്. അപ്പോൾ ആ ഹൃദയ ചിന്തകൾ അല്ലെങ്കിൽ ഈ വികാരങ്ങളുള്ള ഹൃദയങ്ങളെ നിർമ്മിച്ച ദൈവത്തിൻ്റെ ഹൃദയം എത്ര വലുതായിരിക്കും. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, how do you know that you are a father? How do you know that you are a father? ഒരു പിതാവിനെ എങ്ങനെയാണ് അറിയുന്നത്? A person is a father if the children have enough space in the father's heart to swim. ഞാൻ മലയാളത്തിൽ പറയാൻ ശ്രമിക്കാം. ആരാണ് പിതാവ്? ഹൃദയത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീന്തി നടക്കാൻ സ്ഥലമുള്ള, ഹൃദയമുള്ള ഒരു വ്യക്തിയാണ് പിതാവ്. മലയാളത്തിലൊരു പാട്ടുണ്ട്, പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവ് എന്ന് വെച്ചാൽ ഒത്തിരി പിതാക്കന്മാരുണ്ട്. അതിൻ്റെ എല്ലാം മുകളിലുള്ള പിതൃത്വമുള്ളൊരു വ്യക്തിത്വമാണ് തൃത്വത്തിൽ ഒന്നാമനായ പിതാവായ ദൈവം. നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും, ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങി പോകേണ്ടവരല്ല. മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, Blessing Today International Church ഒരുക്കുന്നു Glow 2024 Women's Conference on November 8th and 9th at Blessing Today International Church. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. So mark your calendars on November 8th and 9th at Blessing Today International Church and we will see you there.
ഹിസ് ഹാർട്ട് എന്ന് പറയുന്നത് പരമപിതാവാണ്. അതിൻ്റെ അപ്പുറത്തോട്ടിനൊരു വ്യക്തിത്വമില്ല, അതിനപ്പുറത്തോട്ടൊരു പിതാവില്ല, അതിനപ്പുറത്തോട്ട് ഹൃദയ വിശാലതയുള്ള ഒരാളില്ല. ബൈബിൾ പറയുന്നത് നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. 103 സങ്കീർത്തനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു എന്ന് വെച്ചാൽ മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട, പൊടി കൊണ്ട് ഉണ്ടാക്കപ്പെട്ട, സാധാരണ പറയാറുണ്ട് പുട്ട് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ ഗോതമ്പ് പൊടി കുഴച്ചാണ് വേറെ പലതും, ദോശയോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന വീറ്റ് പൊറോട്ടയോ ഇങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ, ഗോതമ്പിൻ്റെ ഐറ്റംസ്, ഇതെല്ലാം ഉണ്ടാക്കുന്നത് അതിൻ്റെ പൊടി കൊണ്ടാണ്. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ദൈവം ഉണ്ടാക്കി. ഉണ്ടാക്കിയ ആൾക്കറിയാലോ എന്ത് സ്റ്റഫ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. സോ ഹീ ഈസ് കൺസിഡറേറ്റ് വിത്ത് അസ്. നമ്മളെക്കുറിച്ച് അവന് ഒരു വലിയ, എങ്ങനെയാണ് അതിനെ പറയേണ്ടത്, ഹീ ഈസ് സോ കൺസിഡറേറ്റ് വിത്ത് അസ് എന്ന് വെച്ചാൽ വളരെയധികം, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കർത്താവ് നമുക്ക് ഡിസ്കൗണ്ട് തരുന്നു, എക്സെപ്ഷൻ തരുന്നു, കിഴിവ് തരുന്നു, അല്ലെങ്കിൽ ഒത്തിരി 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 കർത്താവ് നമ്മെ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ വളരെ പരിഗണനയോടുകൂടിയാണ് കർത്താവ് നമ്മളെ കാണുന്നത്. 103 സങ്കീർത്തനത്തിൽ ആ ഭാഗം ഞാനൊന്ന് എടുത്തോട്ടെ. 103 സങ്കീർത്തനത്തിൽ 13 വചനത്തിൽ, As a father has compassion on his children, so the Lord has compassion on those who fear him. ദൈവത്തെ ഭയപ്പെടുന്നവരോട് ദൈവത്തിന് ഭയങ്കരമായൊരു മനസ്സലിവുണ്ട്. ചില ട്രാൻസ്ലേഷനിൽ കരുണ തോന്നുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് തൻ്റെ കുഞ്ഞുങ്ങളോട് കരുണയുണ്ട്, അവനെ ഭയപ്പെടുന്നവരെ. എന്നിട്ട് അതിന് ശേഷം, ഫോർ ഹി നോസ് ഹൗ വി വെർ ഫോംഡ്, എങ്ങനെ നാം ഉണ്ടാക്കപ്പെട്ടു എന്ന് അവനറിയാം. ഹി റിമെമ്പേഴ്സ് ദാറ്റ് വി ആർ ഡസ്റ്റ്, നാം വെറും പൊടിയാണ് എന്ന് അവൻ ഓർക്കുന്നു. പൊടിയാണെന്ന് അവൻ ഓർക്കുന്നു. അതിനുശേഷം അതിന് മുകളിലൊരു വചനമുണ്ട്, 12 വചനം, ആസ് ഫാർ ആസ് ദ ഈസ്റ്റ് ഈസ് ഫ്രം ദ വെസ്റ്റ്, സോ ഫാർ ഹാസ് ഹി റിമൂവ്ഡ് അവർ ട്രാൻസ്ഗ്രഷൻസ് ഫ്രം അസ്. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറിനോട് അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ അവൻ നമ്മിൽ നിന്നും അകറ്റിയിരിക്കുന്നു. സോ ആ ഭാഗത്ത് ഒത്തിരി കാര്യങ്ങൾ, ഈ 103 സങ്കീർത്തനം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു വചനഭാഗമുള്ള 103 സങ്കീർത്തനം. 5 വചനത്തിൽ പറയുന്നത്, ഹു സാറ്റിസ്ഫൈസ് അവർ ഡിസയേഴ്സ് വിത്ത് ഗുഡ് തിങ്സ് so that your youth is renewed like the eagles. അവൻ നമ്മെ, നമ്മുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഇല്ലേ, നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്ക രീതിയിൽ നന്മ കൊണ്ട് അവൻ തൃപ്തി വരുത്തുന്നു. 3 വചനത്തിൽ പറയുന്നത്, who forgives all your sins. who forgives all your sins. നിന്റെ സകല പാപങ്ങളും അവൻ ക്ഷമിക്കുന്നു അഥവാ മോചിക്കുന്നു. ആൻഡ് പിന്നെ പറയുന്നത്, ആൻഡ് ഹീൽസ് ഓൾ യുവർ ഡിസീസസ്. നിന്റെ സകല രോഗങ്ങളും അവൻ സൗഖ്യമാക്കുന്നു. അപ്പം ഈ ദൈവത്തിൻ്റെ പ്രത്യേകത കേട്ടോ, നമ്മുടെ സകല രോഗങ്ങളും അവൻ സൗഖ്യമാക്കുന്നു. അതിന് തൊട്ടും നടക്കുന്ന കാര്യമാണ് forgiveness of sins. പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിലാണ് നാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ നാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആ വചനഭാവം എടുക്കാമോ? കൊലോസി ലേഖനം 3:13 അതിൽ പറയുന്നത്, bear with each other and forgive one another. If and any of you has grievance against someone, forgives as the Lord forgave you. ക്രിസ്തുവിൽ
കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിപ്പിൻ എന്നാണ് പറയുന്നത്. ക്രിസ്തുവിൽ, അതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, ക്രിസ്തുവിൽ ഞാൻ ക്ഷമിക്കപ്പെട്ടു. ലൈവ് ചാറ്റിലൊന്നും വേഗത്തിൽ ടൈപ്പ് ചെയ്തിടാം, ക്രിസ്തുവിൽ ഞാൻ ക്ഷമിക്കപ്പെട്ടു. അതൊരു ഭയങ്കരമായൊരു സത്യമാണ് അതിനകത്തുണ്ട്. പഴയ നിയമത്തിലൊക്കെ ഒരല്പം കണ്ടീഷണലായിരുന്നു പഴയ കാലത്ത്. എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളോട് ക്ഷമിക്കും. കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുകയും പല കാര്യങ്ങളും ഉപദേശിക്കുകയും ചെയ്ത സമയത്ത് ഒരു ട്രാൻസിഷൻ പീരീഡായിരുന്നു. യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടം വാസ്തവത്തിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് പോകുന്ന ഒരു ഇടക്കാലഘട്ടമായിരുന്നു. അപ്പം അതിനകത്തൊരല്പം ഹൈബ്രിഡ് രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ ഒരു മിക്സൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഒരു ട്രാൻസിഷൻ പീരീഡാണ്. അവിടെ വെച്ചാണ് തിരിയുന്നത്. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെയായിരുന്നു. അതിൻ്റെ അർത്ഥം യോഹന്നാന് ശേഷം കഥ മാറുകയാണ്. ദൈവത്തിന് മനുഷ്യരോടുള്ള അപ്രോച്ച് മാറുകയാണ്. അല്ലെങ്കിൽ ചില തിയോളജിക്കൽ ടേം അനുസരിച്ചൊക്കെ പറയുന്നത് ഡിസ്പെൻസേഷൻ മാറുകയാണ്, യുഗങ്ങൾ മാറുകയാണ്. ന്യായപ്രമാണ യുഗത്തിൽ നിന്നും താളുകൾ മറിച്ച് കമോൺ കൃപായുഗത്തിലേക്ക് പോകുന്ന ഒരിടക്കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ പാപങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കില്ല. ഇതൊക്കെയുള്ള കണ്ടീഷനിലാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. എത്ര പാപങ്ങൾ ക്ഷമിച്ചു? എല്ലാം. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ആ പാപക്ഷമ എൻജോയ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവൻ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിക്കുന്നു. പക്ഷെ നമ്മളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാറില്ല. ഇതാണ് സത്യം. എനിവേ, കർത്താവ് ക്രിസ്തുവിൽ അവൻ നമ്മുടെ എല്ലാ പാപങ്ങളും അവൻ നമ്മോട് ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം ആ പാപക്ഷമ ലഭിച്ചവരായി നമ്മൾ മാറിയിരിക്കുകയാണ്. സോ what I'm trying to say is this, നമ്മുടെ പിതാവിൻ്റെ ഹൃദയത്തെ നമ്മളൊന്ന് വ്യക്തതയോടെ മനസ്സിലാക്കിയാൽ പിന്നെ ആ പിതാവിൻ്റെ മടിയിൽ നിന്ന് പിന്നെ നമ്മൾ താഴെ ഇറങ്ങില്ല. ഈ നാളുകളിൽ എൻ്റെ ഉള്ളിൽ എനിക്ക് വരുന്നത് ഞാൻ പറയുക നിങ്ങളോട്. ഈ വാത്സല്യ പിതാവ്, പരമപിതാവ് നമ്മെല്ലാവരും എടുത്ത് മടിയിലിരുത്തി താലോലിക്കാനും നമ്മെ ഓമനിക്കാനും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും എല്ലാം കർത്താവ് ഈ നാളുകളിൽ റെഡിയാണ്. പക്ഷെ നമ്മൾ അവനെ വിട്ട് അകന്നു പോകുമ്പോഴാണ് പ്രശ്നം. അനേക പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 11 മുതലാണ് താഴേക്ക് വായിക്കുമ്പോൾ ഒരു അപ്പന് 2 മക്കൾ, ഇളയവൻ അപ്പനോട് അവകാശം എല്ലാം മേടിച്ച് വീട് വിട്ടിറങ്ങുന്നു. ഏത് നിമിഷം വീട് വിട്ടിറങ്ങിയോ അന്ന് അവൻ ഉണക്ക് ബാധിക്കാൻ തുടങ്ങി, എല്ലാം ശോഷിക്കാൻ തുടങ്ങി. സമ്പത്ത്, വസ്ത്രങ്ങൾ, ശരീരത്തിലെ ശക്തി, മനസ്സ് സകലം ക്ഷയിക്കാൻ തുടങ്ങി. അപ്പൻ്റെ ഭവനം വിട്ടിറങ്ങുമ്പോൾ സോഴ്സ് കട്ടായി, സപ്ലൈ കട്ടായി. പിന്നെ എപ്പോൾ അവൻ തിരിച്ചു വന്നു? അവൻ പോയ അത് ദൂര സ്ഥലത്തോട്ട് പോയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ദൂരസ്ഥലം ശരിക്കും അന്നത്തെ ജിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദാറ്റ് വാസ് അന്ത്യോക്യ എന്ന് പറയുന്ന അതായിരുന്നു അന്നത്തെ കാലത്ത്. എങ്ങനെ ഞാൻ പറയണ്ടേ, ഇന്നത്തെ ലാസ് വേഗസ് എന്നൊക്കെ പറയുന്ന പോലെ, സിൻ സിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ അടിച്ച് പൊളിച്ച് തകർക്കാനുള്ള ഒരു സ്ഥലം അത്. അവിടെ പോയാണ് ആളുകൾ ധൂർത്തടിച്ച് എല്ലാ പാപ വഴികളിലും ജീവിക്കുന്ന ഒരു സിറ്റി ആയിരുന്നു ആന്റിയോക്ക്. അങ്ങോട്ടായിരിക്കണം കർത്താവ് ഉദ്ദേശിച്ചത്. എന്നാൽ അവൻ തിരിച്ചു വന്നപ്പോൾ ഓൾ ദ സപ്ലൈ കെയിം ബാക്ക്. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, യു ഹാവ് ടു കം ബാക്ക് ടു ദ ഫാദേഴ്സ് ഹാർട്ട്, ടു ദ ഫാദേഴ്സ് ഹൗസ്, ടു ദ ഫാദേഴ്സ് ലവ്, ടു ദ ഫാദേഴ്സ് സപ്ലൈ. കർത്താവിലേക്ക് മടങ്ങി വരാം. സ്നേഹത്തോടെ അവൻ 2 കൈകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വിളിക്കുന്നു. ആ ഓട്ടം ഒന്ന് ഓർത്ത് നോക്കാമോ? ധൂർത്തപുത്തും ദൂരെ നിന്ന്
ഒരു ഭിക്ഷക്കാരനെ പോലെ ദൂരെ നിന്ന് കീറിപ്പറിഞ്ഞ് തകർന്ന് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അതിനെക്കുറിച്ചൊക്കെ ചില റീഡിങ്സ് ഞാൻ വായിച്ചു. സാധാരണ ഓടുക എന്ന് പറയുന്ന പോലെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അന്നത്തെ കാലത്ത് ആ രീതിയിൽ ക്ലാസ്സിലുള്ള ആളുകൾക്ക് ഇങ്ങനെ നീണ്ട ഒരു ഗൗൺ പോലെയുള്ള നീണ്ട കുപ്പായമാണ് ഇടുന്നത്. പെട്ടെന്ന് ഓടാൻ സാധ്യമല്ല. അറിയാമല്ലോ, നീണ്ട ഉടുപ്പിട്ടുകൊണ്ട്. ഇപ്പം ഞാൻ പറയാം, ഈ സാരി ഉടുത്തിരിക്കുന്ന ഒരു സ്ത്രീക്ക് അതിഭയങ്കരമായി ഓടാൻ പറ്റുമോ? ജീൻസോ ചുരിദാറൊക്കെ ആണെങ്കിൽ ഓടാം. പക്ഷെ സാരി ഉടുത്തിട്ട് അതിൻ്റെ ഇൻകൺവീനിയൻസ് മനസ്സിലായല്ലോ. അതുപോലെ ഒരു ഗൗൺ പോലെയുള്ള ഡ്രസ്സാണ് അന്ന് ധരിക്കുന്നത്. ഒരു അരക്കെട്ടും അങ്ങനെയൊക്കെയുള്ള രീതിയാണ്. അതിട്ടുകൊണ്ട് ഓടുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ പിതാവ് ഓടി അവനെ കെട്ടിപ്പുണർന്നു എന്നൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ഫാദേഴ്സ് ഹാർട്ട്, പിതാവിൻ്റെ ഹൃദയത്തിലോട്ട് തിരിച്ചു വരാൻ? കൈനീട്ടാൻ പോകും. കർത്താവേ, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആരെല്ലാം പിതാവിൽ നകന്നു പോയവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ. 103-ാം സങ്കീർത്തനം 3-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ അവൻ എല്ലാ പാപങ്ങളും മോചിക്കുന്നു, സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. കർത്താവെ, സകല പാപങ്ങളും മോചിച്ച് സകല രോഗങ്ങളും സൗഖ്യമാക്കുവാൻ കൈനീട്ടുന്നതിനായി നന്ദി. ആരുടെയൊക്കെ ഷോൾഡർ പെയിൻ മാറിപ്പോകുന്നു, ആസ്മ മാറിപ്പോകുന്നു, എല്ലാ ദിവസവും സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിടുതൽ പ്രാപിക്കട്ടെ. താങ്ക് യു മാസ്റ്റർ. കണ്ണിൻ്റെ വേദന മാറട്ടെ. കണ്ണിങ്ങനെ നോക്കുമ്പോൾ ബ്ലറായി ക്ലിയറായി കാണാത്ത ആരുടെ കണ്ണുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. നട്ടലിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കൈകൾ നീട്ടിപ്പിടിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആ വലിയ വിടുതലുകൾ ഇപ്പോൾ നടക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ഫോർ ഹീലിംഗ് യുവർ പീപ്പിൾ ഫാദർ. താങ്ക് യു ഫോർ ബൈൻഡിങ് അപ്പ് ദ ബ്രോക്കൺ ഹാർട്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ജീസസ് നെയിം, ആമേൻ. എല്ലാവരും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ മോർണിംഗ് ഗ്ലോറിയിൽ വീണ്ടും കാണാം. ഒത്തിരി പേർക്ക് ദയവായി ഇത് അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു. ബൈ. നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷനിൽ ഒതുങ്ങിപ്പോകേണ്ടവരല്ല. മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഒരുക്കുന്നു ഗ്ലോ 2024 വിമൻസ് കോൺഫറൻസ് ഓൺ November 8th and 9th അറ്റ് ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച്. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ calendars on November 8th and 9th at Blessing Today International Church and we will see you there.